നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ ഈ വാർഡിന് വേണ്ടി എന്ത് ചെയ്യും? പാർട്ട് 2. ഏഴ് പഞ്ചായത്തിലെ 3ാമത്തെ വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ LDF, BJP, UDF സ്ഥാനാർത്ഥിയോടുള്ള ചോദ്യമാണ്. അപ്പോഴാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രാഹുലിനെ കണ്ടത്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് തിരക്കാം. ഏഴ് പഞ്ചായത്തിലെ 3ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി. എൻ്റെ പേര് KA പ്രമോദ്. ഞാൻ 3ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിയ നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യത്തോടെ കൈനേരി 3ാം വാർഡിൽ ജയിച്ചാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ 10 വർഷമായിട്ട് ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമായി വികസന മുരടിപ്പ് നേരിട്ട ഒരു വാർഡാണ് ഈ വാർഡ്. എല്ലായിടത്തും റോഡ് കണക്ടിവിറ്റി ഉണ്ട്, എല്ലായിടത്തും കുടിവെള്ളം സുലഭമായി കിട്ടുന്ന, എല്ലാ വീട്ടിലും കുടിവെള്ളം അവരുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു പ്രവർത്തനം അധികം താമസമില്ലാതെ തന്നെ ചെയ്യും എന്ന് ഈ വാർഡിലുള്ള ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആരോഗ്യരംഗത്തുള്ള ഇവിടുത്തെ കുട്ടമംഗലം സബ് സെൻ്റർ എത്തിക്കും എന്നുള്ള കാര്യം വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ സ്ഥിരതയുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന എന്നോടൊപ്പം അണിനിരക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. BJP സ്ഥാനാർത്ഥി. എൻ്റെ പേര് PR മൻജു. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ 3ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. കൈനേരി പഞ്ചായത്തിലെ 3ാം വാർഡിൽ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൈനേരി പഞ്ചായത്തിൻ്റെ 3ാം വാർഡ് ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് കുടിക്കുവാൻ വെള്ളമില്ലാത്തതാണ്. അപ്പോൾ കുടിവെള്ളമാണ് 3ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയമായി. മറ്റ് പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ നടപടികൾ ഇവിടുന്ന് ഗ്രാമീണ റോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പോലെയുള്ള ഇടറോഡുകളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് നടന്നു പോകുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള റോഡുകൾ നിർമ്മിക്കുന്നതാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അടുത്തതായി UDF സ്ഥാനാർത്ഥി. എൻ്റെ പേര് വിനോദ്. ഞാൻ കൈനേരി പഞ്ചായത്തിലെ 3ാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ്. കൈനേരി പഞ്ചായത്ത് 3ാം വാർഡിൽ ജയിച്ചാൽ എന്ത് ചെയ്യും? 3ാം വാർഡിൽ അടിസ്ഥാന പ്രശ്നം കുടിവെള്ളമാണ്, അതുപോലെ തന്നെ നടപടികളാണ്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും. ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ വർക്കുകൾ മുഴുവൻ പൂർത്തീകരിക്കും. പാലങ്ങൾ പണിയുന്നിടത്തൊക്കെ പാലങ്ങൾ പണിയും. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ നമ്മൾ UDF സ്ഥാനാർത്ഥിയുടെ വാർഡ് തല വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രാഹുലിനെ കണ്ടത്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് തിരക്കാം. നിങ്ങൾ ജയിച്ചാൽ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പുന്നപ്ര ഡിവിഷനിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ പേര് രാഹുൽ എന്നാണ്. സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല.